പത്തനംതിട്ട അടൂരിൽ നിന്നും ഒരു പ്രൊഫഷണൽ നാടക സംഘം കൂടി പിറവിയെടുത്തു. നഗരക്കാക്കകളാണ് പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മാനസ നാടക സമിതിയുടെ ആദ്യ നാടകം. കൃഷ്ണൻ, അടൂർ ഭവാനി, അടൂർ പങ്കജം തുടങ്ങി നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത നാടാണ് അടൂർ. ഒരു കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നാടക സമിതികളുടെ കേന്ദ്രം കൂടിയായിരുന്നു അടൂർ. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലതും നിശ്ചലമായി. മാനസ നാടക സംഘത്തിന്റെ പിറവി പ്രതീക്ഷ നൽകുന്ന പ്രശസ്ത നാടക നടൻ തോമ്പിൽ രാജശേഖരൻ. ഏറ്റവും കൂടുതൽ സാംസ്കാരിക ബോധം ഉളവാക്കിയ ഒരു പ്രസ്ഥാനമാണ് നാടകം. ആ നാടകം ആസ്വദിക്കാൻ ഇന്നും ആളുണ്ട്. എനിക്ക് തോന്നുന്ന ഏറെക്കുറെ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംരംഭകരാണ് ഇതിൻ്റെ അകത്ത് സഹകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നാടകം മോശമാവില്ല. നഗരക്കാക്കളാണ് സംഘത്തിന്റെ ആദ്യ നാടകം. എല്ലാ അഴുക്കുകളും കൊത്തിപ്പറക്കി മാറ്റുന്ന കാക്കകളെ പോലെ കുറെ ജീവിതങ്ങളുണ്ട്. നഗരം വൃത്തിയാക്കാൻ ഇറങ്ങുന്ന കുറെ ജീവിതങ്ങൾ, അവരെ ബേസ് ചെയ്ത് അവരുടെ നൊമ്പരവും സ്നേഹവും സങ്കടങ്ങളും, അവരുടെ പല മൂഡ് വേരിയേഷൻ, അതാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. പ്രമുഖർ തന്നെയാണ് നാടക സമിതിയുടെ പിന്നിൽ അണിനിരക്കുന്നത്. ഈ നാടകത്തിന്റെ രചന നിർവഹിക്കുന്നത് അനവധി സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് വാങ്ങിയ വേണു വെങ്കട്ടുക്കലാണ്. ഇത് സംവിധാനം ചെയ്യുന്നത് ചന്ദ്രൻ സാരഥി എന്ന ഒരു യുവ സംവിധായകനാണ്. സംവിധാനം നിർവഹിച്ചിരിക്കുന്ന കേരളപുരം ശ്രീകുമാർ, ഗാനങ്ങൾ എഴുതിയത് ചെമ്പഴത്തി ശ്രീകുമാർ. കലയിലൂടെ രാഷ്ട്രീയം പറയുക തന്നെയാണ് മാനസയുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.